ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ ബുദാൽ ഗ്രാമത്തിൽ 45 ദിവസങ്ങൾക്കിടെ 16 പേർ ദുരൂഹ രോഗം ബാധിച്ച് മരിച്ച സംഭവത്തിൽ അതീവ ആശങ്ക തുടരുകയാണ്. രോഗബാധിതരിൽ നാഡീവ്യവസ്ഥ തകർക്കുന്ന വിഷപദാർത്ഥമായ ന്യൂറോടോക്സിൻ സാന്നിധ്യം കണ്ടെത്തി. തുടർന്ന് പാക്കധർത്തി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ സൈന്യത്തെ വിന്യസിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നാലെ മരണങ്ങൾ വർദ്ധിച്ചതോടെ പ്രദേശത്തെ ജനങ്ങൾ കടുത്ത ആശങ്ക ഉടലെടുത്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യാഴാഴ്ച ആരോഗ്യ പോലീസ് അധികൃതരുടെ ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ഡിസംബർ 7-നുണ്ടായ സംഭവത്തിൽ സമൂഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ 7 പേർക്കാണ് ആദ്യം രോഗബാധയുണ്ടായത്. ഇവിടെ 5 പേർ മരിച്ചു. പിന്നാലെ ഡിസംബർ 12-ന് 9-അംഗ കുടുംബത്തിന് രോഗം ബാധിച്ചതിൽ 3 പേർ മരിച്ചു. ജനുവരി 12-ന് 10-അംഗ കുടുംബത്തിലെ രോഗബാധയിൽ 6 കുട്ടികൾ ആശുപത്രിയിലായി. ഇവരിൽ 10 വയസ്സുകാരി ബുധനാഴ്ച രാത്രി മരിച്ചു. ഇവരുടെ 15 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. കടുത്ത പനി, തലചുറ്റൽ, ബോധക്ഷയം എന്നിവയോടെയാണ് രോഗികൾ ആശുപത്രിയിൽ എത്തുന്നത്. ആശുപത്രിയിലെത്തിയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നിലവിൽ അസുഖബാധിതയായ 15-കാരി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 2024 ഡിസംബറിൽ ഒരു കുടുംബത്തിലെ 7 പേർ അസുഖബാധിതരായതോടെയാണ് സംഭവം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിൽ 5 പേർ മരിക്കുകയും ചെയ്തു. ഡിസംബർ 12-ന് മറ്റൊരു കുടുംബത്തിലെ 9 പേർക്കും അസുഖം ബാധിച്ചു. ഇവരിൽ 3 പേരാണ് മരണപ്പെട്ടത്. ഒരു മാസത്തിനു ശേഷം 10 പേർക്ക് അസുഖം ബാധിച്ചതിൽ 5 കുട്ടികളും മരിച്ചു. ഇവർ സമൂഹ അന്നദാനത്തിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ ഉണ്ട്. 1.5 കിലോമീറ്ററിനുള്ളിലാണ് മരണങ്ങളുണ്ടായ 3 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. പകർച്ചവ്യാധിയോ മറ്റ് ബാക്ടീരിയ ഫംഗസ് ബാധയോ അല്ല മരണകാരണമെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കാശ്മീർ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മരണകാരണങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്നതിലെ അവ്യക്തത വളരെയധികം ആശങ്കയുണ്ടാക്കുന്നു. ആഴത്തിൽ പഠിച്ച് എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാ വിഭാഗങ്ങളും സഹകരിച്ച് പഠിച്ച് പരിശോധന നടത്തണം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണം, മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് വിവിധ രംഗത്തെ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് ഒരു സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രജൌരിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആരോഗ്യ, കൃഷി, രാസവള, ജലവിഭവ മന്ത്രാലയങ്ങളിലെ വിദഗ്ധരാണ് സംഘത്തിൽ ഉള്ളത്.